ഗതാഗത മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാഹനമിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. തൂങ്ങാമ്പാറ ഇക്കോ ടൂറിസം നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് മന്ത്രിയുടെ വാഹനം സ്കൂട്ടറിൽ ഇടിച്ചത്. നെയ്യാർ സ്വദേശി ശശിധരനാണ് പരിക്കേറ്റത്. ശശിധരന്റെ തലയ്ക്കാണ് പരിക്ക്. അപകടമുണ്ടായ ഉടൻ തന്നെ മന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിലെ പോലീസുകാർ ശശിധരനെ തച്ചോട്ടുകാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ശശിധരനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കണ്ണൂരിലെ 9 ദിവസമായി കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോളയാട് മേനച്ചോടിയിലെ തയ്യിൽ വീട്ടിൽ റെനിമോൻ യേശുരാജ് ആണ് മരിച്ചത്. ഒരു ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് തൊഴിലാളികളാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടത്. റെനിമോൻ എന്ന ഈ യുവാവ് ഉപയോഗിച്ചിരുന്ന ബൈക്ക് മേനച്ചോടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിന്റെ മാലിന്യ നീക്കം തടഞ്ഞില്ലെന്ന കാരണത്താൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. സ്വകാര്യ സ്ഥാപനത്തിലെ മാലിന്യ നീക്കം തടഞ്ഞില്ല, സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല തുടങ്ങിയ കാരണങ്ങൾ നിരത്തിയാണ് സസ്പെൻഷൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ശുചീകരണ തൊഴിലാളിയായി ജോയി മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. റഷ്യയിലെ ഏറ്റവും സുന്ദരിയായ ബൈക്കർ എന്നറിയപ്പെട്ടിരുന്ന സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർ തത്യാന ഓസോലിന തുർക്കിയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു. തത്യാനയുടെ ബൈക്ക് ട്രക്കിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം. മോട്ടോ താന്യ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെട്ടിരുന്ന താന്യയെ ഇൻസ്റ്റഗ്രാമിൽ 10 ലക്ഷത്തിലേറെ പേരും യൂട്യൂബിൽ 20 ലക്ഷത്തിലേറെ പേരുമാണ് പിന്തുടരുന്നത്. റാസൽ ഖൈമയിൽ ഹോട്ടൽ ജീവനക്കാരിയെ കൊല്ലം സ്വദേശിനി കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. കൊല്ലം നെടുങ്ങോലം സ്വദേശിനി ഗൗരി മധുസൂദനൻ ആണ് മരിച്ചത്. റാസൽ ഖൈമ ജസീറയിലെ ഹോട്ടലിൽ ജീവനക്കാരിയായിരുന്നു. റാക്ക് മാളിന് മുൻവശത്തെ 15 നില കെട്ടിടത്തിന്റെ 9ാം നിലയിലെ ബാൽക്കണിയിൽ നിന്നാണ് താഴേക്ക് പതിച്ചത്. ഉച്ചയ്ക്കുള്ള ഷിഫ്റ്റിൽ ജോലിക്ക് കൊണ്ടുപോകാനായി ഹോട്ടലിന്റെ വാഹനം വരുന്നതിന് മുൻപാണ് സംഭവം. ആത്മഹത്യ ചെയ്തതാണെന്നാണ് കരുതുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഇത്തവണയും ഓണക്കിറ്റ് എല്ലാ വിഭാഗം കാർഡ് ഉടമകൾക്കും ഉണ്ടാകില്ലെന്നാണ് വിവരം. 1 കിലോ അരിക്ക് 12 രൂപയിൽ താഴെ വില നിശ്ചയിച്ച് 5 കിലോ അരിയെങ്കിലും പരമാവധി നൽകാനാണ് നീക്കമെന്നാണ് ഭക്ഷ്യവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലഭിക്കുന്ന അരിയുടെ അളവ് ഉൾപ്പെടെ നോക്കിയാകും അന്തിമ തീരുമാനം. ജില്ലാ കേന്ദ്രങ്ങളിൽ ഓണച്ചന്തകൾ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തി ആരംഭിക്കും. മലപ്പുറം കൊണ്ടോട്ടിയിൽ 20ലേറെ കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം. സ്കൂൾ താൽക്കാലികമായി അടച്ചു. മലപ്പുറത്ത് ജലജന്യ രോഗങ്ങളായ പകർച്ചവ്യാധികൾ വ്യാപിക്കുകയാണ്.